നിലമ്പൂരിൽ അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന റൗണ്ടിലാണ്. UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വയനാട് എംപിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുന്നു. PV അൻവറിന് വേണ്ടി മുൻ ക്രിക്കറ്റ് താരവും അതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ MPയുമായ യൂസഫ് പത്താന്റെ റോഡ് ഷോയുണ്ട്. നിലമ്പൂർ മുതൽ വഴിക്കടവ് വരെയാണ് ആ റോഡ് ഷോ. LDF സ്ഥാനാർത്ഥി M സ്വരാജിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ ഇന്നും പൊതുയോഗങ്ങളിലൊക്കെ പങ്കെടുക്കും. നിലമ്പൂരിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത് നമ്മുടെ ന്യൂസ് ഡയറക്ടർ സനീഷ് ആണ്. സനീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്ന് നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂര് മഴയൊക്കെ ഇപ്പൊ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്നു മനസ്സിലാവുന്നു. ഇപ്പം സനീഷിനെ കാണുമ്പോൾ കുടയൊന്നുമില്ല, അപ്പൊ കുറച്ചൊക്കെ മഴയൊക്കെ വിട്ടു നിൽക്കുന്നു മനസ്സിലാവുന്നു. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ച് ഇന്ന് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എല്ലാ മുന്നണികളെ സംബന്ധിച്ച്. UDFനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഏറ്റവും ഉന്നത നേതാവ് ഈ AICCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ വയനാടിൻ്റെ MP കൂടിയായ പ്രിയങ്ക ഗാന്ധി ഉണ്ട്. ഈ PV അൻവർ ആളിനെ ഇറക്കുന്നു. അവരുടെ തൃണമൂലിൻ്റെ MP വരുന്നു. മുഖ്യമന്ത്രി മണ്ഡലത്തിൽ തുടരുന്നു. അങ്ങനെ മൊത്തത്തിൽ BJPയുടെയും സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ അവിടെയുണ്ട്. മൊത്തത്തിൽ നിലമ്പൂര് ഇന്ന് പ്രചരണം അങ്ങേ അറ്റത്തിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ്. നിശ്ചയമായിട്ടും സേതു, ഇവിടെ അതിശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ അതിൻ്റെ അവസാന ലാപ്പിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന ദേശീയ താരങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടുത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്ന പ്രചാരണത്തിന്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി തൊട്ട് ഇർഫാൻ പത്താൻ ക്രിക്കറ്റ് താരം വരെ, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് വരെ, അദ്ദേഹം വരെ ഈ നിലമ്പൂരിലെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് മൂത്തേടത്തും നിലമ്പൂരിലുമാണ് ഇന്നിപ്പോൾ റോഡ് ഷോ ആയിട്ടുള്ളത്. വൈകിട്ടാണ്, ഉച്ചയ്ക്ക് ശേഷമാണ്. നമുക്ക് അത് അറിയാവുന്നതാണ്. പിണറായി വിജയൻ ഇന്ന് 3 പരിപാടികളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന് 3 പരിപാടികളുണ്ട്. നിലമ്പൂർ മുതൽ വഴിക്കടവ് വരെ റോഡ് ഷോ യൂസഫ് പട്ടാനും നടത്തും. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രസേനയുടെ നേതൃത്വത്തിൽ BJPയുടെ പ്രചാരണം ആ വഴിക്കും നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാർക്ക് റെസിഡൻസ് എന്ന് പറയുന്ന ഈ ഹോട്ടലാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ ഉള്ളത്. അവർ അല്പസമയത്തിനൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരും. അവരെ കാത്തിട്ട് വലിയൊരു നിര മാധ്യമപ്രവർത്തകരുടെ സംഘവും ഇവിടെയുണ്ട്. പോലീസും മറ്റ് സംവിധാനങ്ങളും അവിടെ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ വലിയ അതിശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളാണ് ഈ അവസാന ലാപ്പിൽ നടക്കുന്നത്. നമുക്ക് ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആണ്. നമ്മുടെ സംസ്ഥാനത്ത് അല്പസമയം മാത്രം, 1 വർഷം മാത്രം ബാക്കിയുള്ള, 1 വർഷത്തിൽ താഴെ മാത്രം സമയം ബാക്കിയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പോലും പക്ഷേ നമ്മുടെ ദേശീയ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ തന്നെയും ഇവിടേക്ക് പ്രചാരണ പരിപാടികൾക്കായി എത്തുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എത്രമാത്രം രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് എന്നതാണല്ലോ. അതിൻ്റെ മുഴുവൻ ചൂടും നമുക്ക് നിലമ്പൂരിലെ സകല മുക്കിലും മൂലയിലും അറിയാം എന്നതാണ് സേതുലക്ഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്നലെ പൊളിറ്റിക്കൽ മാസൊക്കെ നടത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ചെറിയ സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മാത്രമല്ല, ഏതാണ്ടൊരു അനാവശ്യം അല്ലേ എന്ന തോന്നലുണ്ടാകുന്ന വിധത്തിൽ വന്നു പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. പക്ഷേ അതിൻ്റെ ഒരു ഗൗരവക്കുറവ് ഒട്ടും ദൃശ്യമല്ല. ഇപ്പോൾ ഒരല്പം മാറി നിൽക്കുന്നു എന്ന് സേതുലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. പക്ഷേ മഴ ഫുൾ ടൈം പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഈ സമയത്തും അല്പസമയത്തിന് വീണ്ടും മഴ പെയ്യാം, ചെറിയ മട്ടിൽ ചാറുന്നുമുണ്ട്. പക്ഷേ ഈ ശക്തമായിട്ടുള്ള മഴ, ഈ കാലാവസ്ഥ ഇങ്ങനെ മോശമായിട്ട് കിടക്കുമ്പോൾ പോലും പക്ഷേ ഈ ആളുകൾ ഇത്തരം പരിപാടികൾക്കൊക്കെ ഇങ്ങനെ വരും. ഇന്നലത്തെ പൊളിറ്റിക്കൽ മാസിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലത്തെയും കഴിഞ്ഞ ആഴ്ചത്തെയൊക്കെ പൊളിറ്റിക്കൽ മാസിൽ അങ്ങനെയായിരുന്നു. ആൾക്കാർ ഭയങ്കര പൊളിറ്റിക്കലാണ്. നിലമ്പൂരിലെ ആളുകൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ എല്ലാം കീനായിട്ട് അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, എല്ലാം അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ഈ പെട്ടി വിവാദമൊക്കെ നിലമ്പൂരിൽ കെട്ടടങ്ങിയോ സനീഷ്? ഈ പറഞ്ഞതിൽ ഏറ്റവും ആവേശകരമായിട്ടൊരു കാര്യങ്ങളാണ് എല്ലായിടത്തുമായിട്ട് നടക്കുന്നത് സേതുലക്ഷ്മി. അതായത് നമ്മൾ അവിടെ ഇരുന്ന് ചിലപ്പോഴൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ടെലിവിഷൻ വാർത്താ ചാനലുകളുടെ ന്യൂസ് ഡെസ്കുകളിലും അതുപോലെ തന്നെ പത്ര ഓഫീസുകളിലും ഒക്കെയുള്ള അത്രക്ക് ആവേശം പുറത്തുണ്ടോ എന്ന സംശയം നമുക്ക് വരാറുണ്ടായിരുന്നു. പക്ഷേ നിലമ്പൂരിൽ സേതുലക്ഷ്മി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നിലമ്പൂരിൽ പക്ഷേ അങ്ങനെയല്ല. അതിശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളാണ്. ഈ പെട്ടി വിവാദം ആ മട്ടിൽ വലിയ പ്രചാരണ സംഭവമാക്കി മാറ്റണ്ട എന്ന് LDFും തീരുമാനിച്ചതുപോലെയാണ് തോന്നുന്നത്. UDFും ഒരല്പം അതിനകത്തുനിന്ന് ചെറിയൊരു അബദ്ധമാണോ പറ്റിയതെന്ന മട്ടിൽ ഒരല്പം പിന്നോട്ട് മാറുന്നൊരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത്. ഇന്നലെ തന്നെ പൊളിറ്റിക്കൽ മാസിൽ നമ്മൾ തുടങ്ങിയത് തന്നെയും പെട്ടി വിവാദം ചോദിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ LDFിൻ്റെ പ്രതിനിധിയായിട്ടുള്ള V വസീഫ് ആണെങ്കിലും അഡ്വക്കേറ്റ് രോഹിത് UDFിൻ്റെ ആളാണെങ്കിലും രണ്ടുപേരും ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് മാറിപ്പോവുക എന്നതാണ് ഉണ്ടായത്. ഇപ്പോൾ ആണെങ്കിലും ഈ പെട്ടി വിവാദത്തിൽ നിന്ന് പിന്മാറിയതുപോലെയാണ് നേതാക്കളെ കാണുന്നത്. എനിക്ക് തോന്നുന്നത് UDFിനൊരല്പം അബദ്ധമാണത് എന്നൊരു തോന്നലുണ്ടായി. LDFിനാണെങ്കിൽ കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ കൈപൊള്ളലുണ്ടായി എന്നൊരു തോന്നൽ
അവർക്കുള്ളതുകൊണ്ടായിരിക്കണം. അതിവിടെ പ്രധാനപ്പെട്ട വിഷയമല്ല. ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ജീവൻ മരണ പ്രശ്നമാണ് ഇവിടെ. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് PV അൻവറാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായത് എന്നതുകൊണ്ട് PV അൻവർ ഉന്നയിച്ച പിണറായിയോടുള്ള വിരോധം, അത്തരം കാര്യങ്ങളെല്ലാം വലിയ തോതിൽ ചർച്ചയാണ്. തുടക്കത്തിലുണ്ടായിരുന്ന പെൻഷൻ പോലുള്ള സംഭവങ്ങൾ ഇപ്പോഴും UDF പ്രചാരണ പരിപാടിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി LDF കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വിഷയം നമുക്കറിയാവുന്ന പോലെ, എനിക്കും സേതുലക്ഷ്മിക്കും ഈ കാണുന്ന കാഴ്ചക്കാർക്കൊക്കെ അറിയാവുന്ന പോലെ, ജമാഅത്തെ ഇസ്ലാമി വിഷയം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് ഇതിനകത്തുകൂടെ ഓടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ ഉണ്ടായത് തൊട്ട് ഈ ദിവസം വരെ, ഈ അവസാന ലാപ്പിലെത്തി നിൽക്കുന്ന ദിവസം വരെയും സജീവ ചർച്ചാ വിഷയമായിട്ട് പോകുന്ന ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, UDF നല്ല ആത്മവിശ്വാസം മണ്ഡലത്തിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും സംശയമുള്ളതായി തോന്നുന്നില്ല. LDF ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഒരു അട്ടിമറി നടത്തിയിട്ട് സ്വരാജ് ഉടനടി അങ്ങ് വിജയിച്ചു കളയും എന്ന അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതിരിക്കാൻ അവർ വളരെ സജീവമായിട്ട് ശ്രമിക്കുന്നുണ്ട്. BJP രാഷ്ട്രീയം പറഞ്ഞ് തന്നെയാണ് മത്സരിക്കുന്നത്. PV അൻവർ നമ്മുടെ ചർച്ചയിലടക്കം വന്നിട്ട് അദ്ദേഹത്തിനോടൊപ്പം ഉള്ള ആളുകളൊന്നും ഈ ചർച്ചാ പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല. അതിപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ മാസ് ആണെങ്കിലും മറ്റ് വാർത്താ ചാനലുകളുടെ പരിപാടികളാണെങ്കിലും PV അൻവറിൻ്റെ ആളുകളെ ആൾക്കൂട്ടത്തിനകത്ത് കാണാനില്ല. അവരുടെ ഒരു പ്രതിനിധി സംസാരിക്കാനായിട്ടുണ്ടാകും. PV അൻവറിന് അദ്ദേഹത്തോടൊപ്പം ഉള്ള ആളുകൾ, PV അൻവറിൻ്റെ ആളുകൾ ഈ പ്രചാരണ പരിപാടികളുമായിട്ട് ഫീൽഡിലാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവരും ഗൗരവമായിട്ട് എടുത്ത കാഴ്ചയാണ് കാണുന്നത്. നമ്മളിവിടെ എത്തുമ്പോൾ PV അൻവറിൻ്റെയൊക്കെ ഒട്ടും പൈസയില്ല എന്നൊക്കെ പറഞ്ഞ PV അൻവറിൻ്റെയൊക്കെ വലിയ ഫ്ലക്സ്, ഒരു പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഒരു സ്ഥാനാർത്ഥി എങ്ങനെയാണോ അവതരിപ്പിക്കപ്പെടുക അങ്ങനെ തന്നെ ഇവിടെ വലിയ ഫ്ലക്സും മറ്റ് പ്രചാരണ പരിപാടികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഫ്ലക്സുകളുടെയും പ്രചാരണ പരിപാടികളുടെയും കാര്യങ്ങൾ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ഇവിടേക്ക് വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മണ്ഡലത്തിൻ്റെ നമുക്ക് പോകാവുന്ന ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്നത്, അതിൽ മുന്നിട്ട് നിൽക്കുന്നത് UDF സ്ഥാനാർത്ഥി ഷൗക്കത്ത് തന്നെയാണ്, ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണെന്ന് കാണാം. വളരെ മനോഹരമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ അവർക്കുണ്ട്. സ്വരാജിനൊരൽപ്പം LDFനൊരൽപ്പം പ്രചാരണ പരിപാടികളുടെ കുറവുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഞാൻ പറയുന്നത് ഈ ഫ്ലക്സിൻ്റെയും മറ്റും കുറവുകളുടെ കാര്യത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചയിൽ പറയുന്നതാണ്. പക്ഷേ പ്രചാരണ പരിപാടികൾ എന്തെങ്കിലും വിട്ടേക്കുന്ന കാര്യങ്ങളില്ല. നമുക്കറിയാം, മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങും. മുഖ്യമന്ത്രി 3 പരിപാടികളാണ് പങ്കെടുക്കുന്നത്. MP ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി ഫുൾ ടൈം ഇവിടെയുണ്ട്. BD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ആകെ 2 തവണയെ അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ ഇവിടെയുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, സണ്ണി ജോസഫ് അടക്കമുള്ള എല്ലാ നേതാക്കളും ഇവിടെ തമ്പടിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് നിലമ്പൂരിലെ UDFൻ്റെ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. അവിടെ എപ്പോഴും സജീവമായിട്ട് ആൾക്കൂട്ടം ഉണ്ട്. അത് നിലമ്പൂരിലെ ആളുകൾ മാത്രമല്ല, വോട്ടർമാരും പ്രവർത്തകരും മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഉപതിരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അവിടെ ഈ സംസ്ഥാന നേതാക്കളെല്ലാം, ഇടതുമുന്നണിയുടെ ആവട്ടെ ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആവട്ടെ, മുഴുവൻ നേതാക്കളും എത്തിയുള്ള വലിയ പ്രചരണവും കാര്യങ്ങളും ഒക്കെയാണ് നിലമ്പൂരിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്ന് നിലമ്പൂരിൽ ഈ ദേശീയ നേതാക്കളൊക്കെ എത്തിയുള്ള പ്രചരണമാണ്. പ്രിയങ്ക ഗാന്ധി വരുന്നു, തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഈ PV അൻവറിന് വേണ്ടി പത്താൻ എത്തുന്നുണ്ട്, യൂസഫ് പത്താൻ എത്തുന്നുണ്ട്. അങ്ങനെ നിരവധി പേർ, മുഖ്യമന്ത്രി അവിടെ തുടരുന്നുണ്ട്. പ്രചരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അത് കൊടുമ്പിരി കൊള്ളുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ നിന്നും കാണാനുള്ളത്. നമുക്ക്